പിണറായിക്ക് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ഒരു പണി കൊടുത്തു. ആദ്യം എല്ലാരേക്കാളും മുമ്പ് സീറ്റിലിരുന്നു. അവിടെ ചെന്ന് സീറ്റിലിരുന്നപ്പോഴേക്കും അവിടെ നിന്ന് നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് പറഞ്ഞു. ഇയാൾ അതിന്റെ ഒപ്പം വിളിച്ചു. മന്ത്രിമാരൊക്കെ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാകുന്ന മന്ത്രിമാരൊക്കെ വിഷണ്ണരായി. ഇന്നിപ്പോ റിയാസിന്റെ ഒരു കരച്ചിൽ ഞാൻ കണ്ടു. ഇത് എന്ത് ജനാധിപത്യമാണ്? പിന്നെ മൂപ്പരുടെ ഗവൺമെന്റ് ഒക്കെ നല്ല ജനാധിപത്യമായിട്ടാണ് പ്രവർത്തിച്ചത്. സത്യം പറഞ്ഞാൽ ഇന്ന് ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ ലിസ്റ്റിൽ ഒരാഴ്ച ലിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരില്ല. ഇന്നത്തെ എങ്ങനെയായിരുന്നു ഇന്നത്തെ ചടങ്ങ്? പ്രധാനമന്ത്രി ഉദ്ഘാടനം, മുഖ്യമന്ത്രി അധ്യക്ഷൻ, സ്വാഗതം വി.എൻ. വാസവൻ. ഈ മൂന്ന് പേർക്കല്ലാണ്ട് നാലാമത് സ്റ്റേജിലിരിക്കുന്ന ഒരാൾക്ക് പ്രസംഗമില്ല. സ്ഥലം MP ശശി തരൂര് സ്റ്റേജിലിരിക്കുക, അദ്ദേഹത്തിനെ വിളിക്കുന്നില്ല. സ്ഥലം MLA വിൻസെന്റ്, അദ്ദേഹത്തിന് പ്രസംഗമില്ല. അതേ സ്റ്റേജിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരനും പ്രതിപക്ഷ നേതാവിനും MP ക്ക് MLA ക്ക് ഒരേ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇതിനാരാ കൂട്ടുന്നത് കൊടുത്തത്? മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുള്ള ഏർപ്പാടല്ലേ? ലോക്കൽ MLA-യും MP-യെയും പങ്കെടുപ്പിക്കാതിരിക്കരുത്. ഞാൻ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി, പറയില്ല അദ്ദേഹം സ്ഥലം MP പ്രസംഗിക്കണം, സ്ഥലം MLA പ്രസംഗിക്കണം. അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ജോലിയും ചെയ്യാത്ത ആളുകൾ എല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.